ഏവർക്കും പ്രണാമം. നമുക്ക് ശ്രീ വാൽമീകി രാമായണത്തിലേക്ക് തന്നെ മടങ്ങാം. ഇത്തരം അരുളി ചെയ്യുന്ന മാമുനിമാരെ പ്രണമിച്ചുകൊണ്ട് കൗസല്യാനന്ദനൻ ഭഗവാനെ, ലവണന്റെ ഭക്ഷണമെന്ത്, നടപ്പ് എങ്ങനെയാണ്, താമസം എവിടെയാണ്? രഘുവരന്റെ ചോദ്യം കേട്ട മാമുനികൾ ലവണന്റെ വളർച്ചയെപ്പറ്റി, അരജോത്തമ, ഭക്ഷണം എല്ലാത്തരം ജന്തുക്കളും വിശേഷിച്ച് താപസ്വികൾ, ഏറ്റവും ക്രൂരനായിട്ടാണ് എപ്പോഴും നടപ്പ്, മധുവനത്തിലാണ് അധിവസിക്കുന്നത്, ആയിരം സിംഹവ്യാക്രങ്ങൾ, മദഗജങ്ങൾ തുടങ്ങിയവയെയും മനുഷ്യന്മാരെയും പകൽ മുഴുവൻ കൊന്നുതിന്നും. മറ്റുള്ള ജീവികളും അവൻ്റെ കണ്ണിൽ പെട്ടാൽ ബാക്കിയാവില്ല. സംഹാരകാലത്തിൽ വക്രം പിളർത്തിയ സാക്ഷാൽ അന്തകനാണ് അവൻ. മന്ദഹാസ സമന്വിതം ദേവൻ അരുളി ചെയ്തു, ആ ദുഷ്ടരാക്ഷസനെ ഞാൻ നിഗ്രഹിപ്പിക്കാം. മഹാത്മാക്കളായ നിങ്ങളുടെ ഭയം തീരട്ടെ. തേജസ്സാളുന്ന യതിസത്തമന്മാരോട് ഇത്തരം ഏറ്റുപറഞ്ഞ ദാശരഥി അനുജന്മാരോട് ചോദിച്ചു, ലവണാസുരവധത്തിന് വീരനായവൻ ആർ? ഇത് ആരുടെ ഭാഗമാക്കി തരണം? മഹാബാഹുവായ ഭാരതനോ ബുദ്ധിമാനായ ശത്രുഘ്നനോ ഒരുങ്ങുന്നത്? അഗ്രജവചനം കേട്ട ഭരതൻ എഴുന്നേറ്റ് തൊഴുതുകൊണ്ട്, പുരുഷോത്തമനായ ജ്യേഷ്ഠ, അവനെ ഞാൻ നിഗ്രഹിച്ചുകൊള്ളാം. ആ ചുമതല എന്നിൽ ആക്കിയാൽ മതി. ധൈര്യവും ശൗര്യവും ഒത്ത ഭരതവാക്കുകൾ കേട്ട ശത്രുഘ്നൻ സ്വർണസിംഹാസനത്തിൽ നിന്ന് എഴുന്നേറ്റ് നരനായകനെ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട്, രാജരാജേശ്വര, പരികഭുജനായ രഘുനന്ദനൻ അവിടുത്തെ അനുജനായ ഭരതജ്യേഷ്ഠൻ അതുല്യമായ തൊഴിൽ ചെയ്തു കഴിഞ്ഞു. അവിടുന്ന് ദണ്ഡകാരണത്തിലേക്ക് പോയപ്പോൾ അസഹ്യ ദുഃഖത്തെ പോലും അടക്കി നിർത്തി അയോധ്യ രാജ്യത്തെ പരിപാലിച്ചു പോന്നു. എത്രമാത്രം വിഷമങ്ങളാണ് അഗ്രജൻ അനുഭവിച്ചത് എന്നതിന് കയ്യും കണക്കുമില്ല. നന്ദിഗ്രാമത്തിൽ ജടയും മരവുരിയും ധരിച്ച് കായും കനിയും ഭക്ഷിച്ച് ദുഃഖതൽപ്പത്തിൽ ദിവസങ്ങൾ കഴിച്ച മഹാ ആത്മാവാണ് ജ്യേഷ്ഠൻ. ദുഃഖാഗ്നി മധ്യത്തിൽ നിന്ന് വെന്തു വശം കെട്ട രഘുനന്ദനെ വീണ്ടും കഷ്ടപ്പെടുത്തരുതേ. എങ്ങോട്ടയക്കുവാനും തയ്യാറായി നിൽക്കുകയാണ് ഈ അനുജൻ. ലക്ഷ്മണ അനുജന്റെ ധീരവാക്കുകൾ ദേവന്റെ അംബുജലോചനങ്ങളെ അഭിമാനം കൊണ്ട് ഒന്നുകൂടി വികസിപ്പിച്ചു. കാരുണ്യം നിറഞ്ഞ കടാക്ഷം അർപ്പിച്ചുകൊണ്ട്, ശരി, അങ്ങനെയാകട്ടെ കുമാര, എൻ്റെ കൽപ്പനയെ ചെയ്തുകൊള്ളൂ. ശ്രേഷ്ഠമായ മധുരാജ്യത്തിലെ നല്ല നഗരത്തിൽ നരപാലകനായി നിന്നെ ഞാൻ അഭിഷേകം ചെയ്യുന്നു. ക്ലേശങ്ങൾ അത്യധികം സഹിച്ച ഭരതനെ ഇവിടെ നിർത്തൂ. ശൂരനും മഹാവിഘ്നനുമായ നീ ശ്രേഷ്ഠമായ ഒരു പുരം തീർക്കുവാൻ മതിയായവനാണ്. ശത്രുവായ ഭൂപാലകനെ വധിച്ചാൽ ഉടനെ വേണ്ടത് ആ രാജ്യത്തിൽ ഉത്തമനായൊരു രാജാവിനെ നിയമിക്കുകയാണ്. അത് ചെയ്യാത്തവന് നരകമായി ഗതിയുള്ളൂ. അതുകൊണ്ട് നീ മധുസുതനായ ലവണനെ ഹനിച്ച് എൻ്റെ ആജ്ഞയാൽ ധാർമ്മികമായി നാടുവാഴുക. എൻ്റെ നിർദ്ദേശത്തെ അനുസരിക്കുന്നവനാണെങ്കിൽ മറുപടി യാതൊന്നും പറയേണ്ട. അഗ്രജശാസനം അനുജൻ ചെയ്യുകയാണ് വേണ്ടത്, സംശയമില്ല. ഭഗവാൻ വസിഷ്ഠൻ തുടങ്ങിയ ബ്രഹ്മർഷി വര്യന്മാരാൽ മന്ത്രവിധി പൂർവം നടത്തുന്ന അഭിഷേകത്തെയും സ്വീകരിച്ചു പോകൂ. ശ്രീരാമചന്ദ്രൻ ഇത്തരത്തിൽ പറഞ്ഞത് കേട്ടപ്പോൾ ശത്രുഘ്നന് അതീവ ലജ്ജയാണ് ഉണ്ടായത്. വീരനായ കുമാരൻ പതുക്കെ ഉണർത്തി. മാനവേശ്വരനായ കാകുൽസ്ഥ, അവിടുന്ന് ഈ അരുളി ചെയ്തതിൽ അധർമ്മമാണ് അധികം കാണുന്നത്. അഗ്രജന്മാർ ഉള്ളപ്പോൾ അവരജന് അഭിഷേകം നടത്തുന്നത് യുക്തമാണോ? എന്നാൽ അവിടുത്തെ ആജ്ഞ എന്തു തന്നെയായാലും ചെയ്യേണ്ടത് നിർബന്ധവുമാണ്. മഹാത്മാവും പുരുഷോത്തമനുമായ അവിടുത്തെ കൽപ്പന അനുസരിക്കുക മാത്രമേ ചെയ്യാവൂ. അവിടുന്ന് തന്നെ പറഞ്ഞത് കേട്ടതും വേദവിധിയും അനുജൻ നല്ലോ രാജത്വം ഭരതജ്യേഷ്ഠൻ പറഞ്ഞപ്പോൾ ഞാൻ മറുത്തു പറയുവാൻ പാടില്ലാത്തതായിരുന്നു. ലവണനെ ഞാൻ യുദ്ധത്തിൽ കൊല്ലാം എന്ന് ആലോചിക്കാതെ ജൽപ്പിച്ചു. അതുകൊണ്ട് വന്നു ചേർന്നതാണ് ഈ കഷ്ടം. ജ്യേഷ്ഠൻ കൽപ്പിച്ചതിനു ശേഷം മറുത്തു പറയുവാനും നിവർത്തിയില്ല. അത് അധർമ്മമാകും. ഘോര നരകമാണ് അതിൻ്റെ ഫലം. രണ്ടാമതൊരു അഭിപ്രായം അവിടത്തോട് അടിയൻ ഉണർത്തിക്കുന്നില്ല. അത് രാജാജ്ഞയെ ധിക്കരിക്കലാണ്, ശിക്ഷാർഹവുമാണ്. ആ ദണ്ഡം അടിയനിൽ പതിക്കരുത്. അവിടുന്ന് അരുളി ചെയ്തതുപോലെ ചെയ്തു കൊള്ളാം. എന്നാൽ ഇതിൽ എന്തെങ്കിലും വിധത്തിലുള്ള അധർമ്മം ഉദ്ഭവിക്കുകയാണെങ്കിൽ രഘുവംശ നായകനായ അവിടുന്ന് അകറ്റിത്തരണം. അമേയശൂരനായ ശത്രുഘ്നന്റെ മഹത്വം ഈ വാക്കുകളിൽ നിന്ന് വ്യക്തമായി. ശ്രീരാമചന്ദ്രൻ അമിത ഹർഷത്തോടെ ഭരതലക്ഷ്മണന്മാരോട് നിർദ്ദേശിച്ചു, അഭിഷേകത്തിനുള്ള ഒരുക്കങ്ങൾ വേഗം തയ്യാറാകട്ടെ. നരസിംഹനായ സൗമിത്രിയുടെ ശത്രുഘ്നന്റെ പട്ടാഭിഷേകം ഉടനെ തന്നെ ഇന്ന് തന്നെ കഴിയട്ടെ. ഉപാധ്യായന്മാർ, ഋത്വിക്കുകൾ, നഗരപ്രമാണികൾ, അമാത്യന്മാർ എല്ലാവരെയും എൻ്റെ വാക്കനുസരിച്ച് ക്ഷണത്തിൽ വരുത്തുവിൻ. മഹാരഥന്മാരായ ഭരതലക്ഷ്മണന്മാർ അഗ്രജാജ്ഞയെ അതേപോലെ തന്നെ ചെയ്തു. പുരോഹിതനെ മുൻനിർത്തിക്കൊണ്ട് അഭിഷേക സംഭാരങ്ങൾ ഒരുങ്ങി. സാമന്ത രാജാക്കന്മാർ, ദ്വിജശ്രേഷ്ഠന്മാർ എന്നിവരെത്തി. മഹാത്മാവായ ശത്രുഘ്നന്റെ പട്ടാഭിഷേകം ശ്രീരാമ ഭരതലക്ഷ്മണന്മാർക്കും പ്രജകൾക്കും ഏറ്റവും സന്തുഷ്ടിയേകി. ദേവേന്ദ്രനാൽ അഭിഷിക്തനായ ശ്രീ സുബ്രഹ്മണ്യ സ്വാമി പോലെ സൂര്യസദൃശനായ ശത്രുഘ്നൻ ഉജ്ജ്വലിച്ചു. അക്ലിഷ്ടകാരിയായ ദാശരഥിയുടെ നിർദ്ദേശമനുസരിച്ച് അഭിഷേകം കഴിഞ്ഞപ്പോൾ വിദ്വാൻമാരായ വിപ്രന്മാരും
സദ്ഗുണസമ്പന്നരായ പ്രജകളും അത്യധികം മോദിച്ചു. കൗസല്യ, കൈകേയി, സുമിത്ര എന്നിവരോടുകൂടി മറ്റുള്ള രാജ്ഞിമാരെല്ലാം രാജാലയത്തിൽ മംഗളം ചെയ്തു. യമുനാ തീരവാസികളായ സുമഹാത്മാക്കൾ ഈ അഭിഷേകം കണ്ടപ്പോൾ സ്വയം തീർച്ചപ്പെടുത്തി. ലവണൻ ഹതനായി എന്ന് താവിഷക്തനായ ശത്രുഘ്നനെ മടിയിൽ വെച്ച് തേജസ് ഉണ്ടാകത്തക്ക വിധം കാരുണ്യത്തോടെ രഘുരാമൻ അരുളി ചെയ്തു. ശത്രുഞ്ജയവും അമോഘവുമായ ദിവ്യാസ്ത്രം ഇതാ ഞാൻ തരുന്നു. സൗമ്യനായ അനുജ, ഇതിനാൽ ലവണാസുരനെ വധിക്കാം. ദേവന്മാർക്കും ദൈത്യന്മാർക്കും അദൃഷ്ടനും സ്വയംഭൂവുമായ ദേവൻ മഹാബ്ദിയിൽ ശയിക്കുമ്പോൾ നിർമ്മിച്ചതാണ് ഈ ശരം. ഏതൊരാൾക്കും കണ്ടുകിട്ടുവാൻ കഴിയാത്തവനായ മഹാവിഷ്ണു അതിക്രോധത്തിൽ ഇരിക്കുമ്പോൾ തീർത്ത അമ്പാണിത്. മധുകൈടവൻ എന്നീ ദുഷ്ടരാക്ഷസന്മാരും മറ്റുള്ള ദൈത്യന്മാരും വിഘ്നങ്ങൾ ചെയ്യുമ്പോൾ മുടിക്കുവാൻ വേണ്ടി ഉണ്ടാക്കിയതാണ് ഈ ശരം. ത്രിലോകങ്ങളും സൃഷ്ടിക്കുവാൻ വേണ്ടി മധുകൈടവന്മാരെ നിഗ്രഹിച്ചത് ഈ അതുല്യ അസ്ത്രത്താലാണ്. പിന്നീടാണ് ജനങ്ങൾക്ക് ഭോഗങ്ങൾ ആസ്വദിക്കുവാൻ ലോകങ്ങളെ സൃഷ്ടിച്ചത്. രാവണനെ ഹനിക്കുവാൻ ഈ ശരത്തെ ഞാൻ എയ്തില്ല, കാരണം ദേഹികൾക്ക് അതുകൊണ്ട് വൻ നാശമുണ്ടാകുമെന്ന് കാണുന്നു. മഹാദേവനായ ത്രിലോചനൻ ശത്രു സംഹാരത്തിനു വേണ്ടി മധുവിനേകിയ ഉഗ്രശൂലം ലവണന്റെ കയ്യിലുണ്ട്. ആ ഉത്തമായുധത്തെ ഗൃഹത്തിൽ വെച്ച് നിത്യവും അവൻ പൂജിക്കുക പതിവാണ്. പ്രഭാതത്തിൽ തീറ്റയ്ക്ക് വേണ്ടി അവൻ പുറത്തു പോകും. ആരെങ്കിലും അവനെ യുദ്ധത്തിൽ വിളിച്ചാൽ അസുരവരൻ ആദ്യം തന്നെ ശൂലമെടുക്കും. ശത്രു ചാമ്പലാകും. കുമാര, അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കൂ. നീ ഗോപുരദ്വാരത്തിൽ എല്ലാ ആയുധങ്ങളും ധരിച്ച് തയ്യാറായി നിൽക്കണം. ശൂലായുധം ധരിക്കാതെ വരുമ്പോൾ അവനെ യുദ്ധത്തിന് വിളിക്കണം. അരമനയിൽ കടക്കുവാൻ അനുവദിക്കരുത്. എന്നാൽ അരക്കനെ നിഗ്രഹിക്കാം. മറിച്ച് എന്തെങ്കിലും ചെയ്താൽ അവനെ വധിക്കുവാൻ സാധിക്കുകയില്ല. ഞാൻ പറഞ്ഞതുപോലെ ഒരുങ്ങിയാൽ രാക്ഷസ പ്രമുഖൻ ഹതനാകും തീർച്ച. മഹാദേവ നീലകണ്ഠന്റെ ശൂലം ഏതൊന്നിനും തുർലംഘ്യമാണ് എന്ന് എപ്പോഴും ഓർമ്മിക്കണം. ശൂലത്തിന് ഈ ഒരൊറ്റ പരിഹാരമേയുള്ളൂ. ശേഷം ചരിതം നമുക്ക് അടുത്ത ഭാഗത്തിലൂടെ കാണാം. ഗുരുപാദങ്ങളിൽ സാഷ്ടാംഗ പ്രണാമത്തോടെ നമസ്കാരം.